കേൾക്കുന്നത്. മൈക്ക് ഞാൻ പിടിച്ചോളാം, കുഴപ്പമില്ല. ദേശീയ അവാർഡ് വിശ്വസിക്കുന്നില്ല. അതിനുള്ള ഇതെല്ലാം പോയതുപോലെ കോമഡി ആയി തുടങ്ങി. കട്ട് ചെയ്തു. 55ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നാളെ പ്രഖ്യാപിക്കുകയാണല്ലോ. മികച്ച നടനായിട്ട് നമ്മുടെ മമ്മൂക്കയുടെയും ആസിഫിക്കയുടെയും ഒക്കെ പേരുകൾ വരുന്നുണ്ട്. നടിയായിട്ട് നസ്രിയയുടെയും ഷംല ഹസയുടെയും പേര് വരുന്നുണ്ട്. എന്നാൽ നവാഗത സംവിധായകരായിട്ട് ഇപ്രാവശ്യം ഉള്ളത് നമ്മുടെ ലാലേട്ടൻ്റെയും ജോജി ജോർജിൻ്റെ ഒക്കെ പേരുകളാണ്. നിരവധി പ്രൊഡക്ഷൻ ലിസ്റ്റുകളും റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. എന്നാൽ നമുക്ക് കൃത്യമായിട്ട് നാളെ അറിയാം. അതിനു മുന്നേ നമ്മുടെ ഓഡിയൻസിനോടൊന്ന് ചോദിച്ചാലോ നാളെ ആർക്കായിരിക്കും അവാർഡ് കിട്ടുന്നതെന്നുള്ളത്. ബാ ചോദിച്ചു വരാം. അപ്പോൾ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം, മികച്ച നടനുള്ള അല്ലെങ്കിൽ മികച്ച നടിക്കുള്ള അവാർഡ് ഇപ്രാവശ്യത്തെ സ്റ്റേറ്റ് അവാർഡിന് ആർക്ക് കിട്ടുന്നുള്ളത്? ആർക്കായിരിക്കും ഇപ്രാവശ്യത്തെ സ്റ്റേറ്റ് അവാർഡിന് മികച്ച നടനായിട്ട് കിട്ടാൻ ചാൻസ്? തോന്നുന്നു ബ്രഹ്മയുഗത്തിലെ മമ്മൂക്കയുടെ പെർഫോമൻസ് വെച്ച് അദ്ദേഹത്തിനായിരിക്കും. ടോപ്പ് നോച്ച് ആയിരുന്നു കേട്ടോ പെർഫോമൻസ്. ഇച്ചിരി ക്ലാസ് കട്ട് ചെയ്തിട്ട് വന്നേക്കുന്നതാണെന്നല്ലേ? അതെ അതെ. ഏത് കോളേജിലാണ് പഠിക്കുന്നത്? ഞങ്ങൾ BMC. ക്ലാസ് കട്ട് ചെയ്തിട്ട് ഏത് സിനിമ കാണാൻ വന്നതാ? DS ഇയർ ഓക്കെ. സെയിം ഡയറക്ടർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആർക്കാണ് കിട്ടാൻ ചാൻസ് ഉള്ളത്? മമ്മൂട്ടി. ARMലെ ടോവിനോ. മികച്ച നടിയാണെങ്കിൽ അവർ പറയും സൂക്ഷ്മദർശിനിയിലെ ബ്രഹ്മയുഗം മമ്മൂക്ക തന്നെ. നടിയാണെങ്കിൽ കല്യാണി പ്രവേശൻ. കല്യാണി പ്രവേശൻ ഈ വർഷം വന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ സിനിമ. കഴിഞ്ഞ വർഷത്തെ മികച്ച നടനായിട്ട് ആരായിരിക്കും? ആസിഫ് അലി. നടിയായിട്ടാണെങ്കിൽ അനശ്വര. മികച്ച ചിത്രമായിട്ടാണെങ്കിൽ കിഷ്കിന്ദാഘട്ടം. ഉറപ്പാണ്. ബ്രഹ്മയുഗത്തിന് കിട്ടാൻ മമ്മൂട്ടിക്ക് കിട്ടാൻ ചാൻസ്. മികച്ച മികച്ച നടൻ മമ്മൂട്ടി. ബ്രഹ്മയുഗം. നടിയാണെങ്കിൽ അതിനെക്കുറിച്ച് വലിയ അറിവില്ല. ഇപ്പോൾ സംസ്ഥാന അവാർഡ് നാളെ പ്രഖ്യാപിക്കുകയാണ്. മികച്ച നടൻ അല്ലെങ്കിൽ നടിയായിട്ട് ആര് വരും എന്നുള്ളതാണ്? മികച്ച നടി പ്രഡിക്ഷൻ ലിസ്റ്റ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. നടൻ എന്ന് പറയുമ്പോൾ 2 പേരാണ് നിലവിലുള്ളത്, ആസിഫ് അലിയും അതുപോലെ തന്നെ മമ്മൂക്കയാണ് ഉള്ളത്. എൻ്റെ ഒരു ഇതനുസരിച്ച് മിക്കവാറും മമ്മൂക്കയ്ക്ക് ഇപ്പം തുടർച്ചയായിട്ട് 3 വർഷമായിട്ട് മമ്മൂക്ക ലിസ്റ്റിലുണ്ട്. ഇത്തവണ എന്തായാലും മമ്മൂക്ക നേടും എന്നാണ് വിശ്വാസം. കാരണം ബ്രഹ്മയുഗത്തിലെ അഭിനയം ഞാൻ കണ്ടിട്ടുണ്ട്, അത് അടിപൊളി അഭിനയമാണോ എന്ന് പറയാൻ. പക്ഷേ ആസിഫ് അലിയും അതേപോലെ തന്നെ പുള്ളിക്കാരൻ അടിപൊളിയാണ്. 2 പേർക്ക് ഈക്വലി കിട്ടിക്കഴിഞ്ഞാൽ അത്രയും സന്തോഷം. പക്ഷേ കിഷ്കിന്ദാഘട്ടത്തിലെ അപ്പുപിള്ള ഒപ്പം തന്നെ മത്സരിക്കുന്നുണ്ട്, അതെങ്ങനെയായിരിക്കും? അപ്പൂപിള്ള ഒപ്പം തന്നെ മത്സരിക്കുന്നുണ്ട്. അപ്പൂപിള്ളയ്ക്ക് കിട്ടിയാലും സന്തോഷമാണ്. കാരണം പുള്ളി അത് അർഹിക്കുന്നുണ്ട്. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും പുള്ളിക്ക് പൂക്കാലത്തിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പുള്ളിക്ക് കഴിഞ്ഞ കൊല്ലം പുള്ളിക്ക് ദേശീയ അവാർഡ് കിട്ടി. അപ്പോൾ അതുപോലെ ഇനി കേരളത്തിൻ്റെ ഒരു അംഗീകാരം പുള്ളിക്ക് ആവശ്യമാണ് ശരിക്കും. മികച്ച സിനിമ എന്ന് പറയുമ്പോൾ അത് ഒരു വലിയ കോമ്പറ്റീഷനാണ്. മഞ്ഞുമൽ ബോയ്സ് ഉണ്ട്, അതുപോലെ ബ്രഹ്മയുഗം ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് നല്ല സിനിമകൾ ഇറങ്ങിയ ഒരു വർഷത്തിലാണ് ഈ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നതെന്ന് പറഞ്ഞ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. മികച്ച നടനായിട്ട് ഞാൻ അഭിപ്രായപ്പെടുന്നത് മമ്മൂട്ടിനെ ആയിരിക്കും. എക്കാലത്തും നമ്മെ വിസ്മയിച്ചിട്ടുള്ളത് മമ്മൂട്ടി തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ പേര് തന്നെ പറയുള്ളൂ. മഞ്ഞുമൽ ബോയ്സ് അതുപോലെയുള്ള പുതുതലമുറയിൽ വ്യത്യസ്ത തരത്തിൽ ഇറക്കുന്ന പടങ്ങൾ വേറൊരു തലത്തിലേക്ക് മാറ്റി ചിന്തിപ്പിച്ച ഒരു സിനിമയും കൂടിയായിരുന്നു മഞ്ഞുമൽ ബോയ്സ്. മമ്മൂട്ടി വരണം തന്നെ ആഗ്രഹം, അതിനേ വരുള്ളൂ. സിനിമ ഏതായിരിക്കും? സിനിമ ബ്രഹ്മയുഗം തന്നെ ആയിരിക്കും. മമ്മൂട്ടി തന്നെ ആയിരിക്കും. ബ്രഹ്മയുഗം ഭയങ്കര ഒരു ഐക്കോണിക് ലെജൻഡറി ഒരു പരിപാടിയാണ് പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മികച്ച നടനായിട്ടാണെങ്കിൽ ആര് വരണമെന്ന് ആഗ്രഹിക്കുന്നത്? മമ്മൂക്ക. കാരണം ചൈൽഡ്ഹുഡ് ഫേവറേറ്റ് ആണ്. അഭിനയിക്കാൻ എല്ലാവരെയും കാട്ടി മികച്ച മമ്മൂക്കയാണെന്നുള്ളത്. നടിയായിട്ട് വരുന്നുണ്ട്. നടി ഐ തിങ്ക് അനശ്വര. രേഖാചിത്ര അടിപൊളി. സിനിമ ആണെങ്കിൽ ഏതാണ്? പ്രേമല്ലു നല്ല ഫണ്ണിയാണ്. അതാണോ ഇഷ്ടം നിങ്ങൾക്ക്? ഞാൻ മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് തൂക്കാൻ പോവാണ് നാളെ. മമ്മൂട്ടി തൂക്കും ഏറ്റവും കൂടുതൽ ബെസ്റ്റ്. യോജിക്കുന്നില്ല, പക്ഷെ ഒന്നും പറയാൻ കിട്ടുന്നില്ല. പിന്നെ ആസിഫ് അലിക്കാണ് ചാൻസ് കൂടുതലുള്ളത്. പക്ഷേ ആസിഫ് അലി നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ എന്തോ ബ്രഹ്മയുഗം. ആസിഫ് അലി. സിനിമ കിഷ്കിന്ദാഘട്ടം. നടിയാണെങ്കിൽ അപർണ.